കേണൽ സോഫിയ ഖുറൈഷിക്കെതിരായ വിവാദ പരാമർശത്തിൽ മധ്യപ്രദേശ് ബിജെപി മന്ത്രി വിജയ് ഷായുടെ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ട മധ്യപ്രദേശ് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്താണ് ബിജെപി നേതാവ് കൂടിയായ വിജയ് ഷാ സുപ്രീംകോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച സുപ്രീംകോടതി മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. വിനിത വിജിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. വിനിത, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ഇത്തരം വീഴ്ചകൾ അത് വരാൻ പാടില്ലാത്തതാണെന്ന് സുപ്രീംകോടതി വിമർശനം ഉന്നയിച്ചിരുന്നതാണ്. ഇന്നിപ്പോൾ എപ്പോഴാണ് ഹർജി പരിഗണിക്കുക? തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഇത്തരത്തിലേക്കുള്ള ഒരു വിമർശനം തന്നെയായിരുന്നു കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലേക്ക് ഭരണഘടനാപരമായി ഒക്കെ തന്നെ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരം ഒരു പ്രസ്താവന അത് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് ആ കേസ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ഇന്ന് ഈ ഹർജിന്മേൽ വിശദമായിട്ടുള്ളൊരു വാദം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേണൽ സോഫിയ ഖുറൈഷിക്കെതിരെ വിവാദ പരാമർശം നടത്തിയതിൽ മധ്യപ്രദേശ് ഹൈക്കോടതി ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യാമെന്നും തുടർ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നും വിധി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ വിധിക്കെതിരെയാണ് ബിജെപി മന്ത്രി വിജയ് ഷാ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നത്. ആ ഹർജിയുടെ തുടർവാദങ്ങളായിരിക്കും ഇന്ന് ഉണ്ടാവുക. ഒരു വ്യക്തി ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറണമായിരുന്നുവെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാധ്യമങ്ങൾ ഈ വിഷയത്തെ വളച്ചൊടിച്ചു എന്നായിരുന്നു വിജയ് ഷായുടെ വാദം. തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും വിജയ് ഷാ ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ച ഭീകരരെ അവരുടെ സഹോദരിയെ തന്നെ വിട്ട് മോദിജി പാഠം പഠിപ്പിച്ചു എന്നായിരുന്നു മന്ത്രിയുടെ വിവാദമായിട്ടുള്ള ആ ഒരു പ്രസംഗം ഉണ്ടായിരുന്നത്. ആ പ്രസംഗത്തിൽ മേലായിരുന്നു പിന്നീട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും തുടർ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് മധ്യപ്രദേശ് കോടതി വിധി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വിധിയെ ചോദ്യം ചെയ്താണ് വിജയ് ഷാ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസിൽ ഇന്ന് വിശാലമായിട്ടുള്ളൊരു വാദം ഉണ്ടാകും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, വിനിത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.